എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നെല്ലിക്ക വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 നെല്ലിക്കേനെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. 6 എണ്ണം എടുത്തിട്ടുണ്ട്. 5 6 നെല്ലിക്ക, അത് ചെറിയ നെല്ലിക്കയാണെങ്കിൽ 6 എണ്ണം എടുത്തോളൂ, വലുതാണെങ്കിൽ 5 എണ്ണം എടുത്താൽ മതി. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്. ഞാനിത് നാട്ടിലത്തെ മുളകാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുള്ള മുളകാണ്. കുറച്ച് കാന്താരി മുളകും ഇതുപോലൊരു വലിയ മുളക് എടുത്താണ്. പക്ഷേ കുറച്ച് ഒരുവിധം ഒരു എരിവ് ഇല്ലെങ്കിൽ ചമ്മന്തി കൂട്ടാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്തോളൂ. പിന്നെ ഒരു 4 5 കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തതും എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നാളികേരമാണ്. അപ്പം നാളികേരം ഇതിനകത്ത് ഒരു കപ്പ് ചേർത്ത്, ഇത്തിരി അധികം ചേർത്ത് കൊടുക്കണം. ഈ ഒരളവിൻ്റെയാണ് ഞാൻ പറയണത്. ഇതിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നാളികേരത്തിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. അപ്പം ഞാനിവിടെ 1 കപ്പ് നാളികേരം ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നെല്ലിക്ക, ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പിലേനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നാളികേരം, അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് നേരത്തെ അതിൻ്റെ ഇടയിൽ ഇഞ്ചി ഉണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയതാണ്. ഇതുപോലുള്ളൊരു പീസ് ഇഞ്ചിയും കൂടിയും ഈ നെല്ലിക്കയുടെ കൂടെ ചേർത്തിട്ട് വേണം അടിക്കാനായിട്ട്. ഇനി നമുക്ക് നാളികേരം ചേർക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ നെല്ലിക്കയിലും ഉള്ളിയിലും ഒക്കെ ഉള്ള വെള്ളം വെച്ചിട്ട് തന്നെയാണ് ഇത് അരഞ്ഞു വരിക. അതുപോലെ ഇങ്ങനെ ഒരുപാട് വെള്ളം പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊരു ടേസ്റ്റിൽ ഇതൊരു കട്ട പോലെ തന്നെ ഇരിക്കുകയും വേണം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിങ്ങനെ ഒന്നും കൂടിയും ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ നെല്ലിക്കയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നാളികേരം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ നാളികേരം ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നെല്ലിക്ക ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അതിനെ ആദ്യം ഒന്ന് ചതച്ചതിന് ശേഷം നാളികേരം ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനിയും വറവിടണമെന്നുണ്ടെങ്കിൽ വറവും ഇട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ സെപ്പറേറ്റ് ഒഴിക്കേണ്ട, കടുക് വറുത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റായിട്ട് മാത്രമല്ല, ഇത് ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ സി, അയൺ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നെല്ലിക്കയിൽ. അപ്പോൾ നെല്ലിക്ക വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ചമ്മന്തിയായിട്ട് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം.